ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. ഗാന്ധിയും അംബേദ്കറും ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച രണ്ടുപേർ. അതേസമയം യോജിപ്പുകളേക്കാൾ വിയോജിപ്പുകളായിരുന്നു അവർ തമ്മിൽ കൂടുതലുണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണം പലരിലൂടെ ഇന്നും തുടരുകയാണ്. അതിൻ്റെ ഭാഗമാണ് എഴുത്തുകാരും ചിന്തകരും പ്രഭാഷകരുമായ ഡോക്ടർ കെ അരവിന്ദാക്ഷനും സണ്ണി എം കബിക്കാടും തമ്മിലുള്ള ഈ സംഭാഷണവും. ഏവർക്കും സ്വാഗതം. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറും. എന്നാൽ ഈ രണ്ടുപേരെ സംബന്ധിച്ചും വളരെയേറെ തെറ്റിദ്ധാരണാജനകമായ കഥകളും ഉപകഥകളും പ്രചരിപ്പിക്കപ്പെട്ടൊരു സ്ഥലം കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇടപാടുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളെ മാത്രം മുൻനിർത്തി വിശദീകരിക്കുന്ന പ്രവണതയും ഉണ്ട്. ഉദാഹരണത്തിന് 32-ൽ വട്ടമേശ സമ്മേളനം നടക്കുന്ന കാലത്തും അതിനുശേഷവും ഗാന്ധി അംബേദ്കറും തമ്മിൽ വലിയൊരു വിവാദം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ കണ്ടൻറ്റും മാറ്റിവെച്ച് ഇവർ തമ്മിലുള്ള എന്തോ ഒരു തർക്കമായിട്ടാണ് പലപ്പോഴും ഇതിനെ അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഭിന്നമായി സമകാലികമായ സാഹചര്യത്തിൽ ഗാന്ധിയെയും അംബേദ്കറും തമ്മിലുള്ള ഒരു സംവാദാത്മകത നമുക്ക് കണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ, അതിൻ്റെ സാധ്യതകളെ കണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ, സാധ്യമാണെങ്കിൽ ഇവർ നടത്തി വന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി അടുത്ത് നിന്ന ഒരു പരിചയം നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും ആദർശാത്മകതയുടെ ഒരു മൂടുപടത്തിനുള്ളിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വെക്കുന്നതല്ലാതെ പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് വലിയ ബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എനിക്ക് അരവിന്ദാക്ഷൻ മാഷുമായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് തന്നെ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് ഗാന്ധിയൻ ആശയപ്രപഞ്ചത്തെ സംബന്ധിച്ച് സൂക്ഷ്മ രൂപത്തിൽ വായിക്കുവാനും പഠിക്കുവാനും എഴുതുവാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഗാന്ധിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നറിയാൻ ഉള്ള ഒരു താല്പര്യവും, അതോടൊപ്പം തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലും വളരെ പ്രധാനം. അതോടൊപ്പം ഞാൻ ഗാന്ധിയുടെ ചില സങ്കല്പങ്ങൾ അടിസ്ഥാനപരമായി വിമർശബോധത്തോടെ മനസ്സിലാക്കുന്ന ഒരാളാണ്. അതെന്തുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത് എന്നത് മാഷിനെ പോലെ ആളുമായി ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ സംഭാഷണത്തിന് ഞാൻ മുതിർന്നിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ഒരു വിശദീകരണം, നമ്മൾ തമ്മിലൊരു തർക്കത്തിൻ്റെ പ്രശ്നം ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യം, ഗാന്ധിയെ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ എന്ന നിലക്ക് പലപ്പോഴും വിശദീകരണങ്ങളിൽ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും വിശദീകരണങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കണ്ടെടുത്ത ആൾ എന്ന നിലക്കും ഒരു പൊളിറ്റിക്കൽ ചിന്തകൻ, രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലക്കും അടയാളപ്പെടുത്തപ്പെടാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, ഗാന്ധിയുടെ ചിന്താ മേഖല, വിവരിച്ച മേഖല എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തിലാണ്. ധാർമ്മിക ജീവിതത്തിലായതുകൊണ്ട് തന്നെ ആത്യന്തികമായ ശരിതെറ്റുകളെ സംബന്ധിച്ചും മനുഷ്യ നന്മയെ സംബന്ധിച്ചും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലെ പവിത്രതയെ സംബന്ധിച്ചുമൊക്കെ ഗാന്ധി വലിയ വലിയ സ്വപ്നങ്ങൾ, വലിയ വലിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു രാഷ്ട്രീയ ചിന്ത എന്ന നിലക്കാണോ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കുന്നതിൽ ഒരു പരിമിതിയില്ലേ എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ഒരു സംശയമായിട്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗാന്ധി കൂടുതൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തൊരു മേഖല മനുഷ്യൻ്റെ ധാർമ്മിക നൈതിക ജീവിതത്തെ സംബന്ധിച്ചാണ്.
പൊളിറ്റിക്കൽ ഫിലോസഫി ഈസ് സംതിങ് ഡിഫറെൻ്റ് ഓഫ് ഇറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ ചിന്ത എന്നത് അതിൽ നിന്ന് ഭിന്നമായ വേറൊരു കാര്യമാണ്. ഇതിന് രണ്ടിനെയും കൂടി ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കുഴച്ച് കാര്യങ്ങൾ പറയുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാവുകയും അനാവശ്യമായ ചില വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. മാഷ് അതിനെക്കുറിച്ച് എങ്ങനെയാണ്? എനിക്ക് സണ്ണി പറഞ്ഞ പൊസിഷൻ എനിക്ക് വളരെ സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. കാരണം എന്താ, ഈ പൊസിഷനാണ് ഗാന്ധിയുടെ ധാർമ്മികതയാണ് ഗാന്ധിയുടെ ശരിക്കുള്ള ഒരു പ്രൊമൈസ് എന്ന് പറയാവുന്നത്. ശരിക്കും ഞാൻ ഗാന്ധിയെ പഠിക്കുന്നത് ഞാൻ 10-28 വയസ്സിലാണ് ഞാൻ ഗാന്ധിയിലേക്ക് വരുന്നത്. അന്ന് വളരെ എളുപ്പത്തിൽ എനിക്ക് പോകാൻ പറ്റുന്നൊരു മേഖല ശരിക്കും പറഞ്ഞാൽ മാർക്സിസോ അല്ലെങ്കിൽ നക്സലിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോകാവുന്ന ഒരു മേഖലയായിരുന്നു. ഞാൻ ഗാന്ധിയിലേക്ക് വരുന്നത് ലോഹിയിൽ കൂടിയാണ്. എൻ്റെ അച്ഛൻ ഒരു PSP കാരനായിരുന്നു, PSP ആയിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരങ്ങൾ, ഒരു PSP കാരൻ്റെ വീടിൻ്റെ പരിസരങ്ങൾ അറിയാമല്ലോ. അച്ഛൻ ബോംബെയിലായിരുന്നു. അതിൻ്റെ അരാജകത്വം മുഴുവൻ അച്ഛനുണ്ടായിരുന്നു. അരാജകത്വം എന്ന് പറഞ്ഞാൽ അതിജീവിതമായ അരാജകത്വത്തിലാണ് അങ്ങനെ ജീവിച്ചിരുന്നത്. അങ്ങനെ കള്ളുകൂടിയല്ല, വേറെ തരത്തിലുള്ള കാര്യങ്ങളിലായിരുന്നു. ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു വീട്ടിൽ. അതേസമയം വീട് ഇങ്ങനെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ PSPയിൽ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെയൊക്കെ എനിക്കറിയാം. ഇവരൊക്കെ വളരെ അങ്ങനെയാണ് ഞാൻ ശരിക്കും, ഞാൻ അതിൻ്റെ കഥ എനിക്ക് പോകുന്നില്ല, അത് വേറൊരു ജീവിതത്തിൻ്റെ കഥയാണ്. അങ്ങനെയാണ് ഞാൻ വാസ്തവത്തിൽ ഈ ഗാന്ധിയിലേക്ക് ആകർഷണമാവുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വായിച്ചത് ഗാന്ധിനെ അല്ല, ഞാൻ ലോഹിയുടെ, രാമമനോഹർ ലോഹിയുടെ ഗാന്ധി മാർക്സ് ആൻഡ് സോഷ്യലിസ്റ്റാണ് വായിച്ചത്. അത് വായിച്ചിട്ടാണ് ശരിക്ക് ബാക്കി ഗാന്ധിയിലേക്ക് ഞാൻ വരുന്നത്. അപ്പോഴും ഞാൻ മാർക്സിലധികം കാര്യമായിട്ട് മാർക്സ് എന്നെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ത് പറയുമ്പോഴും എനിക്ക് മാർക്സിനെ ആകർഷണം ഉണ്ടായില്ല. അങ്ങനെ ഗാന്ധിയിലേക്ക് വന്ന് പിന്നെ ഞാനൊരു വേറെ ചില ഒരു CP ഗംഗാധരൻ മാഷ് എന്ന് പറഞ്ഞിട്ട് ചെങ്ങാലൂരൊരു ഒരു അധ്യാപകനായിട്ടുള്ളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം വളരെ വയസ്സായിട്ടുള്ളപ്പോൾ ഒരു 90 വയസ്സിൻ്റെ അടുത്തേക്ക് ആയിട്ടുള്ളതാണ്. അദ്ദേഹമാണ് ശരിക്കും എനിക്ക് ഗാന്ധിയുടെ ഇതിലേക്ക് കുറേ കൂടി ചാലി കയറാനായിട്ട് എന്നെ സഹായിച്ചത്. അപ്പോൾ ഗാന്ധിയുടെ ആദ്യത്തെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചു, എന്താ പറയുക, ഗാന്ധിയുടെ ബേസിക് കുറച്ച് സാധനങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു, അപ്പോൾ അതുവരെ ഞാൻ സണ്ണിക്ക് അറിയാവുന്ന പോലെ ഞാൻ ഈ ആധുനിക കഥയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. 10-17 വയസ്സിലൊക്കെ മലയാളത്തിലെ ഏറ്റവും നല്ല കഥയൊക്കെ ആയിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഐമൻ ജോൺ ഞാനൊക്കെ വളരെ അടുപ്പായിട്ട് ഉണ്ടായിരുന്നൊരു കാലമാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല വായന ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും നല്ല ക്ലാസിക്കുകളൊക്കെ ആ കാലത്ത് ഞാൻ വായിക്കാറുണ്ട്. തോമസ് മൻ്റെ മാജിക് മൗണ്ടൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കൃതികളും, കരാം സോക്രട്ടീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹെർക്കുലസ് വായിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതുന്നതും ഞാൻ വായിക്കുന്നതും തമ്മിലൊരു ബന്ധമില്ല. എഴുതുന്നതിൽ എൻ്റെ കഥകളിൽ വേറൊരു പരിസരം വരുന്നില്ല. അതൊരു എസ്തെറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവേശത്തിൻ്റെ പുറത്തുള്ള ആധുനികതയുടേതായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ കഥകളിൽ നിന്ന് പതുക്കെ പിൻവാങ്ങി. കഥകളിൽ നിന്ന് പിൻവാങ്ങിയിട്ടാണ് ഗാന്ധിയിലേക്ക് പോകുന്നത്. ഈ ഗാന്ധിയുടെ കാലത്താണ് വാസ്തവത്തിൽ ഈ 1980-81 ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 10-27-28 വയസ്സായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞുള്ള സമയമാണ് നടത്തുന്നത്. ഞാൻ സാധാരണ കല്യാണത്തിന് മുമ്പാണ് നമുക്ക് വിപ്ലവം തോന്നുക, ഇത് കല്യാണത്തിന് ശേഷം ഉണ്ടാവണം. ആ സമയത്താണ് ഈ എന്താ പറയുക, സാംസ്കാരിക വേദി പിരിച്ചു വിട്ടുകൊണ്ട് വാഞ്ചി ലോഡ്ജിൽ സിൽക്ക് ചന്ദ്രൻ, മോഹൻകുമാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവിടെയാണ് ശരിക്കും എൻ്റെ ഒരു മാർജിനലായിട്ടുള്ള ജീവിതം. ബാങ്കിൽ ജോലിയുണ്ട്, 80-81 കാലഘട്ടത്തിൽ ബാങ്കിൽ ജോലിയുണ്ട്. ബാക്കി സമയങ്ങളിൽ ഞാൻ അവിടെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അരിയന്നൂർ ക്യാമ്പ് അങ്ങനെയുള്ള ക്യാമ്പിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്താണ്. അങ്ങനെയാണ് അത് മറ്റൊരു തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ആക്ടിവിസ്റ്റ് അല്ല, അതേസമയം ഫുൾ ടൈം ബാങ്കിലൊന്നും പറയാൻ വയ്യ. അപ്പോൾ തൃശ്ശൂരുള്ള എല്ലാ പരിപാടികളിലും ഞാൻ മാർജിനലായിട്ടുണ്ടാവും. ഞാനതിൻ്റെ ഒരു മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റാറില്ല. അരിയന്നൂർ ക്യാമ്പിലെ ആ രേഖ തയ്യാറാക്കണത് ഞാനും മോഹൻകുമാറൊക്കെ കൂടിയിട്ടാണ് തയ്യാറാക്കിക്കൊണ്ടത്. അപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിൻ്റെ പരിസരത്തെ പറ്റിയിട്ട് എനിക്ക് കുറച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഗാന്ധിയിലേക്ക് വന്ന് ഗാന്ധിയുടെ ഒരു തീസിസ് ചെയ്യുകയാണ്, റിസർച്ച് തീസിസ് ചെയ്യുകയാണ്. അങ്ങനെ സബ്ജക്റ്റീവായ തലത്തിൽ ആ ഒരു അന്വേഷണം അങ്ങനെ ഡീപ്പായിട്ട് നടത്തി. ഒരു 89, 90, 86, 87, 88, 89, 90 കാലഘട്ടങ്ങളിലാണ് എൻ്റെ ഈ അന്വേഷണങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ അന്വേഷണങ്ങൾ, ഞാൻ ഗാന്ധിയുടെ ഏതാണ്ട് 100 ചില്ലാനും വോള്യങ്ങൾ വീട്ടിൽ മേടിച്ചു കൊണ്ടുവന്നിട്ട് 68 വോള്യങ്ങളെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ആദ്യത്തെ 68 വോള്യം ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അവസാന ഭാഗങ്ങൾ വായിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാന്ധിയുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിമറ ലൈബ്രറിയിൽ പോയി, എഗ്മോറിൽ. അവിടെ ഗാന്ധിയാന പുസ്തകങ്ങൾ എല്ലാം കടന്നു പോയിട്ടുണ്ട്. ഞാനെല്ലാം വായിച്ചു എന്ന് പറയില്ല.
അതിൽ ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ളത് EMSൻ്റെ മഹാത്മാൻഡിസം എന്ന് പറയുന്ന പുസ്തകമാണ്. ഏറ്റവും വൾഗറായിട്ടുള്ളൊരു പുസ്തകമായിട്ടാണ് എനിക്കന്ന് തോന്നിയത്. ഗാന്ധിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മോശമായിട്ട് പരാമർശിക്കുന്നതുകൊണ്ടല്ല, അതിന് തെളിവില്ലാത്ത രീതിയിൽ പരാമർശിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അന്ന് ഞാൻ അംബേദ്കർ വായിച്ചിട്ടില്ല, ലോഹിയ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വായിക്കുന്നത്. അതേസമയം എന്താ ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ ആൾട്ടർനേറ്റീവ് മാഗസിൻസും ഒന്ന് കാണാറുണ്ട്. ആൾട്ടർനേറ്റീവ് ആയാലും സെമിനാർ ആയാലും മാൻകൈൻഡ്, ലോഹിയുടെ മാൻകൈൻഡൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ആ കാലത്ത് കാണാറുണ്ട്. കേരളത്തിലെ ആൾട്ടർനേറ്റീവ് മാഗസിൻസ് ഇതൊക്കെ അങ്ങനെ കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഗാന്ധിനി 68 വോളിൽ കൂടുതൽ കടന്നു പോകുമ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഗാന്ധീസ് ഫിലോസഫി ഓഫ് ലൈഫാണ്. അത് സണ്ണി പറഞ്ഞത് വളരെ ശരിയാണ്. ഗാന്ധി എവിടെയാണ് ധാർമ്മികതയിലാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് എനിക്കത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ തീസീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീനിയർ അല്ല, അത് രേഖീയമായിട്ട് ഗാന്ധിയുടെ ജീവചരിത്രവും ഞാൻ പറയുന്നില്ല അതിൽ. എനിക്കിപ്പോഴും ഗാന്ധി ജനിച്ചു തൊട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ആ കൊല്ലങ്ങളെ പഠിക്കുന്ന ഒരാളല്ല. ഞാനിത് ചിലപ്പോൾ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് വാചകത്തിൽ തന്നെ ചിലപ്പോൾ 101ാമത്തെ വോളിയത്തിൽ നിന്നാണ് ഞാൻ അടുത്തുണ്ടാവുക. അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പരന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഇത് കാണാം. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആധുനിക നാഗരികത, മോഡേൺ സിവിലൈസേഷനെ പറ്റിയിട്ടുള്ള ഗാന്ധിയുടെ കാഴ്ചപ്പാട് വളരെ ശക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ആ ഹിന്ദു സ്വരാജിൽ അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു, പക്ഷേ ഹിന്ദു സ്വരാജ് വേണ്ടത്ര നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് ഗാന്ധി ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഗാന്ധിയെപ്പോലെ ഒരാൾക്ക് വേണമെങ്കിൽ അന്ന് മാർസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള നവോത്ഥാന റിനൈസൻസ് മൂവ്മെൻറ്റിൻ്റെയോ ആൾക്കാരായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ടായിരുന്നു. ഗാന്ധി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഈ മൂവ്മെൻറ്റുകളെ, അതായത് എൻലൈറ്റൻമെൻറ്റ് മൂവ്മെൻറ്റിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു മൂവ്മെൻറ്റിലാണ് ഗാന്ധി പോകുന്നത്. അവിടെയാണ് വെജിറ്റേറിയനിസം, അങ്ങനെ ഓരോരോ ധാർമ്മികതയുടെ കാര്യങ്ങൾ, മോറൽ എത്തിക്സ്, അങ്ങനെയൊക്കെയുള്ള എത്തിക്കൽ റിലീജിയൻ, അത്തരം സാധനങ്ങളാണ്. കാർപ്പൻറ്റർ, അങ്ങനെ ഒരുപാട് പേരുടെ ഇതിലൂടെ കടന്നുപോയി 68 or 69 പുസ്തകങ്ങൾ കടന്നു പോയിട്ടാണ് ഗാന്ധി ഹിന്ദു സ്വരാജ് തന്നെ എഴുതുന്നത്. ഗാന്ധിയുടെ വായനെ പറ്റിയിട്ട് നമ്മുടെ പൊതുവെയുള്ള ധാരണ ഗാന്ധി ഒന്നും വായിക്കുന്ന ആളല്ല എന്നുള്ളതാണ്. ഗാന്ധി എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം 10,000 പുസ്തകങ്ങളിലേക്കൂടെങ്കിലും തൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അതിൽ 5,000 പുസ്തകങ്ങൾ ഇയാൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്, അതിൻ്റെ കുറിപ്പുകൾ എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ എൻ്റെ രേഖകളായിട്ട് ഒരു പുസ്തകം ഞാൻ അടുത്ത കാലത്ത് ഒരു 5-8 കൊല്ലം മുമ്പ് വായിച്ചിട്ടുണ്ട് ഇതായിട്ട്. അപ്പോൾ ബുദ്ധൻ്റെ നികായങ്ങളെ പറ്റി ഗാന്ധിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ അംബേദ്കറിൻ്റെ പോലെ തന്നെ, ഡോക്ടർ അംബേദ്കറെ പോലെ തന്നെ ഈ ബുദ്ധൻ്റെ നികായങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഗാന്ധിക്ക് ഉണ്ടാകുന്ന ഒരു, എൻ്റെ നോട്ടത്തിൽ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ, ഈ മോഡേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കൊളോണിയലിസം എന്ന് പറയുന്നതാണ് ഈ മോഡേൺ സിവിലൈസേഷൻ എൻ്റെ ഭാഷയിൽ. ആധുനിക പരിഷ്കാരം, ആധുനിക നാഗരികത എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മളുടെ ഓരോ തദ്ദേശീയമായ തദ്ദേശീയമായ ജനതകളെയും എങ്ങനെയാണ് അവസാനിപ്പിച്ചതെന്നുള്ള എൻ്റെ ഒരു അന്വേഷണം ഇതിലൂടെ എനിക്ക് കടന്നു പോകാൻ കഴിയണം. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് പിന്നെ ഓരോ ഘട്ടത്തിലും പോയി ഇപ്പോഴൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഈ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ അതിൽ നിന്ന് വിട്ടിട്ടില്ല. അത് എത്തുമ്പോഴേക്കും അമിതാവ് ഘോഷിൻ്റെ സ്മോക്സ് ആൻഡ് ആഷസ്, നട്ട്മഗ് സിഗേഴ്സ്, ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്നലെ ഞാൻ എനിക്കൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട്, അതായത് നമ്മുടെ പങ്കജ് മിശ്രയുടെ ദ വേൾഡ് ആഫ്റ്റർ ഗാസ, പിന്നെ ന്യൂ ഡോൺ ഓഫ് ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ കുറേ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു 5-6 നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോയിട്ടുള്ള കൊളോണിയലിസമാണ് ശരിക്ക് ഇന്ന് ഈ ട്രംപിനൊക്കെ എത്തിക്കുന്ന രീതിയിലെത്തിയിട്ടുള്ളത്. ട്രംപ് അല്ലെങ്കിൽ ആ ശരിക്കും പറഞ്ഞാൽ നോർത്തും സൗത്തും തമ്മിൽ ഭയങ്കരമായിട്ട് ഡിവിഷൻ ഇന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഗാന്ധിയുടെ കാലത്ത് അതിൽ അത്രയധികം ഇതുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ രണ്ട് സാധനങ്ങൾ രണ്ട് തരത്തിലാണെന്നുള്ളത്. സൗത്ത് എന്ന് പറയുന്നത് നമ്മൾ, നോർത്ത് എന്ന് പറയുന്നത് മറ്റേ യൂറോപ്യൻ മേഖലകളിലുള്ള ആൾക്കാരും. ഇപ്പം ട്രംപിനെ പോലെയുള്ള ഒരാൾ റഷ്യയെ കൂടി യൂറോപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. അങ്ങനെയാണ് അയാളുടെ ഒരു ഇത് നടക്കുന്നത്. അതേസമയം തന്നെ ചൈന, ഇന്ത്യ അങ്ങനെയുള്ള ആ സൗത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും അപഹരിച്ചിട്ടാണ്, അക്ഷരാർത്ഥത്തിൽ അപഹരിച്ചിട്ടാണ് അവർ ഇത്രയും വലിയ ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. അത് ഈ പരിലാലിൻ്റെ ഗാന്ധിയെപ്പറ്റി പഠിക്കുമ്പോൾ ഞാൻ പരിലാലിൻ്റെ ഒരു 5-8 പുസ്തകങ്ങളുണ്ട്, വളരെ തടിച്ച പുസ്തകങ്ങളുണ്ട്. അതിലൊരു ഒരു ഒരു ഇതിൽ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാതകത്തിൻ്റെ നൂറ്റാണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. എങ്ങനെ എത്ര കോടി രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അറിവുകൾ, ശാസ്ത്രങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതായത് മനുഷ്യാധ്വാനം മാത്രമല്ല, ഇന്ത്യയുടെ സ്വത്തും സാധനങ്ങളൊക്കെ അടിച്ചു കൊണ്ടുപോയിട്ടുള്ള എൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഈ ആധുനിക നാഗരികതയെ കാണുന്നത്. ആ നാഗരികതയ്ക്ക് എതിരായിട്ട് നീന്തുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ഇയാളെ പ്രതിഷ്ഠിക്കുന്നത്, ഗാന്ധിയിലേക്ക് എത്തുന്നത്.
അത് നോക്കുമ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ടുള്ള, അതായത് ഗാന്ധിയുടെ ആശ്രമങ്ങൾ എടുത്താലും ഗാന്ധിയുടെ മറ്റുള്ള അത്തരം കാര്യങ്ങൾ എടുത്താലും സമരങ്ങൾ എടുത്താലും ഒക്കെ തന്നെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഗാന്ധിയുടെ പൊളിറ്റിക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രൊമൈസിലാണ് ഞാൻ ഈ ഗാന്ധിയുടെ ഈ ധാർമ്മികത എന്ന് പറയുന്നത്, ഒരു വരവണി പറഞ്ഞ് നിർത്താം. ഈ ധാർമ്മികത എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ, ഗാന്ധി ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന സെൽഫ് റൂൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, സ്വയം ഭരണം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സ്വയംഭരണത്തിൽ ഗാന്ധി എത്തുന്നത് ഒരു ധാർമ്മികയുടെ ഭാഗമായിട്ടാണ്. ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഈ സംസ്കൃത പദത്തിൻ്റെ ധാർമ്മികതയല്ല. അത് വാസ്തവത്തിൽ ഇൻഡോ പ്രോട്ടോ യൂറോപ്യൻ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള DHR എന്ന് പറഞ്ഞ ദർ എന്ന് പറയുന്നൊരു ഇതുണ്ട്, ഒരു ഇതുണ്ട്. ഈ ദറിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരു ജൈവമണ്ഡലമുണ്ട്. ഈ ജൈവമണ്ഡലത്തിന്, കോസ്മിക് ആയിട്ടുള്ള മണ്ഡലത്തിനെ ഒരു നിലനിർത്തുന്നതായിട്ടൊരു ലോ ഉണ്ട്, കോസ്മിക് ലോ എന്നൊക്കെ പറയാം. ഇത് ശരിക്ക് അചേതനമായ പദാർത്ഥങ്ങളാണ്. ഒരു ഭാഗത്ത് ജൈവ പദാർത്ഥങ്ങളും ഒരു ഭാഗത്ത് അചേതനമായ പദാർത്ഥങ്ങളും ഉണ്ടാവുകയാണ്. ഈ അചേതനമായ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊരു സയൻസ് ഉണ്ട്. ഞാനത് സണ്ണിയോട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാതെ, ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറടക്കമുള്ളത് ഈ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ടുള്ള മൂലങ്ങളുടെ ഒരു ബാക്കി ഭാഗമാണ് നമ്മുടെ ഈ തലച്ചോറിലുള്ളത്. അതുകൊണ്ട് ഈ തലച്ചോറിലുള്ള എല്ലാ ന്യൂട്രോണുകളായാലും പ്രോട്ടോണുകളും എല്ലാം തന്നെ അമീബയിലും കാണാൻ പറ്റും. അമീബ തുടങ്ങിയിട്ടുള്ള സസ്യങ്ങളിലും സകല സ്ഥാനത്തിലും കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ DHR എന്നുള്ള പദത്തിൽ നിന്ന് പിന്നെ ധമ്മോ എന്ന് പറയുന്ന പ്രകൃതിയിലെ പദം, പ്രകൃതി ഭാഷയിലെ പദം ഉണ്ടാകുന്നത് ബുദ്ധനിലാണ്. ബുദ്ധനാണ് പിന്നെ പാലി ഭാഷയിലേക്ക് വരുമ്പോൾ ധമ്മോ ആയിട്ട് മാറുന്നത്. പിന്നെയാണ് ഇവർ സംസ്കൃതം എന്നൊക്കെ പറഞ്ഞപ്പോൾ സംസ്കൃതമാക്കി മാറ്റില്ല. അപ്പോൾ ഈ ഒരു അവയർനെസ് ബുദ്ധനിലുണ്ട് ശരിക്കും. ബുദ്ധൻ ഈ ചേതനവും അചേതനവുമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അദ്വൈതം ശരിയാണെന്ന്. ഞാൻ ഒരിക്കലും, എൻ്റെ അഭിപ്രായത്തിൽ അദ്വൈതം ഒരു കപടമായിട്ടുള്ള സാധനമാണ്. ഹിന്ദുയിസത്തിൻ്റെ ഏറ്റവും കാപട്യം നിറഞ്ഞ സാധനമാണ് അദ്വൈതം എന്ന് പറയുന്നത്. വൈവിധ്യമാണ് വേണ്ടത്. ഈ വൈവിധ്യത്തിൻ്റെ നാനാത്വം എന്ന് പറയുന്നത് വൈവിധ്യത്തിൻ്റെ പരസ്പര ആശ്രിതത്വമാണ് വേണ്ടത്. അല്ലാണ്ട് ഇതെല്ലാം അഹം ബ്രഹ്മാസ്മിന്നോ അല്ലെങ്കിൽ പറയുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഗാന്ധിയിലുമായി യോജിപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ധർമ്മം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇനി സണ്ണിക്ക് പറയാം. ഗാന്ധിയുടെ ചിന്തയുടെ പ്രധാനപ്പെട്ട മേഖല ധാർമ്മികതയുടേതാണെന്നും അത് ഈ ധാർമ്മികത എന്ന സങ്കല്പനം തന്നെ ചരിത്രത്തിൽ രൂപപ്പെട്ടതിൻ്റെ വിശാലമായ ഹിസ്റ്ററിക്കകത്താണ് അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്നുമാണ് വിശദീകരിച്ചത്. കൂടെ പറഞ്ഞൊരു കാര്യം, ഈ ഹിന്ദു സ്വരാജിൽ ഹിന്ദു സ്വരാജ് നമ്മൾ പൊതുവെ, ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞൊന്നല്ല, ഹിന്ദു സ്വരാജ് എന്നാണ് ഇവിടെ എല്ലാവരും അടിച്ചു വരുന്നത്. ഹിന്ദു സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണം എന്നാണ് അർത്ഥം. നത്തിങ് ഹിന്ദുവായിട്ട് അതിനൊരു ബന്ധമില്ല. ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നതിനകത്ത് വെസ്റ്റേൺ സിവിലൈസേഷനോടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനമാണത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദു സ്വരാജ് ഗാന്ധി എഴുതുന്നത് യൂറോപ്യൻ ജീവിതത്തിൻ്റെ ഇടയ്ക്കാണ്. യൂറോപ്പിൽ ജീവിക്കുന്ന സമയത്താണ്. ആഫ്രിക്കയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഹിന്ദു സ്വരാജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എഴുതുന്നത്. അല്ല, ഹിന്ദു സ്വരാജ് എഴുതുന്നത് യൂറോപ്പിൽ, അതായത് ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയുടെ കാലത്താണ്. അപ്പോൾ 2-3 കോണ്ടിനെൻസിൻ്റെ ഇതുണ്ട് അതിൽ. അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഇയാൾ അനുഭവിച്ചിട്ടുള്ള ക്രൂരമായ കുറേ പ്രശ്നങ്ങളുണ്ട്, നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗാന്ധിയുടെ ഏറ്റവും മാസ്റ്റർ പീസായിട്ടുള്ള ചെറു പുസ്തകത്തിൽ അതിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അത് യൂറോപ്യൻ അന്ന് ഹിംസാത്മകമായി നിലനിന്നിരുന്ന, ലോകത്തെ മുഴുവൻ അടക്കി വാണിരുന്ന യൂറോപ്പിലെ തന്നെ മനുഷ്യർ പുലർത്തിയിരുന്ന വിമർശനാത്മകമായ അപരജീവിതങ്ങളിൽ നിന്നാണ് ഗാന്ധിയുടെ ആശയങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ അടിത്തറ എന്നൊരു സംഗതി നിരീക്ഷിക്കപ്പെട്ടു. രണ്ടാമതൊരു സംഗതി, ഗാന്ധി തന്നെ യൂറോപ്യൻ ജീവിതവുമായി സമരസപ്പെടാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യമാണെന്നും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ സാധാരണ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം നടത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നു. പിന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായി, ആത്മീയ ഗുരുവായി അദ്ദേഹം ടോൾസ്റ്റോയിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പിന്നെ അതിനകത്ത് എഴുത്തുകാരുടെയും
നിർബന്ധമായും മനുഷ്യർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെയും എഴുത്തുകാരുടെയും ചെറു ലിസ്റ്റുണ്ട് ഈ ഹിന്ദുസ്ഥാൻ. അതിൽ ഒന്നോ രണ്ടോ എഴുത്തുകാരും ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ യൂറോപ്യൻസ്. ഇന്ത്യക്കാർ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും ശരിയാണ്, വളരെ correct. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പൊതുവിൽ നിരീക്ഷിക്കപ്പെട്ടുള്ള കാര്യം, ഈ പുസ്തകം യഥാർത്ഥത്തിൽ യൂറോപ്യൻ അപരജീവിതത്തിൽ നിന്നും സ്വരൂപിച്ചെടുക്കുന്ന ഒരു മനുഷ്യ ലോക സമൂഹ സങ്കല്പമാണ്. തീർച്ചയായിട്ടും അതിന് ഈ ആധുനിക സംസ്കൃതിയോട്, ആധുനികമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പിൽക്കാലത്ത് ഒരു അധിനിവേശം എന്ന് നമ്മൾ മനസ്സിലാക്കിയ സാമ്രാജ്യത്വം എന്ന് ഇടതുപക്ഷം വിളിക്കുന്ന അതിനോടൊരു വിമർശനമുണ്ട്. അതിനോട് കേവലമായൊരു വിമർശനം എന്നതിനപ്പുറം അതിൻ്റെ ആന്തരികമായ സ്ട്രക്ചറിനോടാണ് എൻ്റെ വിമർശനം കിടക്കുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ അപരജീവിതത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഈ ഒരു മോഡൽ ഗാന്ധി ഇന്ത്യൻ സമൂഹവുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിൽ ഈ ഗ്രാമം എന്നത് ഒരു ആദർശാത്മക സ്ഥലിയായി മാറുന്നതിൽ ഈ അപരജീവിത സങ്കല്പത്തിന് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യം. യൂറോപ്പിൽ ആ വിമർശനം ഒരുപക്ഷെ ഇങ്ങനെയൊരു എഫക്റ്റ് അല്ല അതുണ്ടാക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഗ്രാമജീവിതവും നഗരജീവിതവും തമ്മിലുള്ളൊരു വിടവായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രവുമല്ല യൂറോപ്പിൽ ഗാന്ധി ഈ വിമർശനം ഈ അപരജീവിത 1910 തോന്നുന്നു, 1909 ഓക്കെ. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഗാന്ധി ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുന്നു. അതിനൊക്കെ കാരണങ്ങളുണ്ട്. അപ്പം പിന്നീട് അവിടെ നടക്കുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങൾ സുലു വിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൽ അവർക്കെതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കും. അതിൽ ഒരു തെറ്റായ സമീപനം ഉണ്ടായില്ല. അങ്ങനെയില്ല, അങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്തായാലും അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. തെറ്റാണ്. ഓക്കെ, അത് വിശദീകരിക്കുന്നത് താത്വികം, അതായത് എംപിരിക്കലി അത് കറക്റ്റാണ്. ഗാന്ധി അവർക്കെതിരായിരുന്നതല്ല, അവർക്ക് അപകടം പറ്റിയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകലായിരുന്നു ഗാന്ധിയുടെ പണി. അവിടുത്തെ ആംബുലൻസ് ക്രോപ്പിൻ്റെ ആളായിരുന്നു, സർജൻ്റായിരുന്നു പുള്ളി. അങ്ങനെയാണ് പുള്ളി വരുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് ഈ യൂറോപ്യൻസ് ഭരിക്കുന്ന സമയത്താണ് ഈ സംഗതി നടക്കുന്നത്. സുലു റെബലിയൻ ഉണ്ടാകുന്നത്. ആ റെബലിയനിൽ പരിക്ക് പറ്റിയുടെ കൊണ്ടുപോലായിരുന്നു ഗാന്ധിയുടെ പണി. അവരുമായിട്ട് അങ്ങനെ താതാത്മ്യം. അപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, ഇത് ഏറ്റവും ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇവർക്ക് നേരെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഗാന്ധി പറയുന്നുണ്ട്. ഗാന്ധി ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കാവുകയും അതേസമയം തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള, അതായത് ഈ യൂറോപ്യൻ യജമാനന്മാരോട് കാണിക്കുന്ന, അതായത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ധർമ്മസങ്കടത്തിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെയാണ് വരുന്നത്. അതാണ് അതിൻ്റെ വളരെ ഇതായിട്ട്. പിന്നെ ഗാന്ധിയുടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് സണ്ണി പറഞ്ഞേക്കാൾ കുറച്ചും കൂടി ഒരു വിപുലീകരണം, ഒരു 2-3 കാര്യം കൂടി പറയാനുണ്ട്. ഒന്ന്, ടോൾസ്റ്റോയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഒപ്പം തന്നെ നിൽക്കുന്നത് തോറോയാണ്, ഹെൻറി ഡേവിഡ് തോറോ. അതുമാതിരി റെയ്ചന്ദ് ബായി എന്ന് പറഞ്ഞിട്ട് ഒരു രത്നക്കച്ചവടക്കാരൻ 39 വയസ്സിലാണ്ട് മരിച്ചിട്ടുള്ള ഒരു ആളുണ്ട്. പിന്നെ എമേഴ്സൺ ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്. അങ്ങനെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയുടെ ഒരു പ്രത്യേകത, ഞാനതിൻ്റെ കംപ്ലീറ്റ് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, ഈ മനുഷ്യന് ആരും ഗുരുവല്ല, ഈ മനുഷ്യൻ്റെ ഗുരു അയാൾ തന്നെയാണ്. അത് ഈ ബുദ്ധനൊക്കെ പറയുന്നത്, ബുദ്ധൻ്റെ അവസാനത്തെ നിർമ്മാണ സമയത്ത് പറയുന്നുണ്ടല്ലോ, നീ തന്നെയാണ് നിൻ്റെ ദീപം എന്ന് പറയുന്നുണ്ട്, വിളക്ക് എന്ന് പറയുന്നില്ലേ. വേറൊരു ഗുരുവില്ല. ഗാന്ധിനെ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇയാൾ വെറുതെ പറയുന്നതൊക്കെ അയാൾ വിചാരിച്ചാൽ അയാൾ ചെയ്യുള്ളൂ. അയാൾക്ക് എന്താണ് ഇൻഡ്യൂഷനിൽ തോന്നുന്ന സാധനം അയാൾ ചെയ്യുള്ളൂ. ഇതൊക്കെ അയാൾ പറയണമെന്ന് മാത്രം, എനിക്ക് ഗോഖലെ ഇഷ്ടമാണ്, ഇത് മറ്റാളെ ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷേ ഒരിക്കലും അവരുടെ ഒരു കാര്യം ഇയാൾ ചെയ്തിട്ടില്ല. ഇതേ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് വരും. ഇയാൾ വേദങ്ങളെ പറ്റി പറയും, ഉപനിഷത്തുകളെ പറ്റിയും, ഇതൊക്കെ ഗംഭീര സാധനങ്ങളാണ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നടുക്കെത്തുമ്പോൾ ഇയാൾ പറയും, ഈ സാധനം അല്ല കേട്ടോ ഞാൻ പറയണത്, ഇത് ദൈവത്തിൻ്റെ ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതായത് ബൈബിള് ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഇസ്ലാമിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇയാളുടെ സ്റ്റൈല്. അതാണ് ഇയാൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൽ കൂടുതൽ പങ്കുള്ളത് എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ സാധനങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്,
അത് മുന്നോട്ട് വെക്കുന്ന ആ വിഷൻ, അതായത് ഈ ആധുനികവൽക്കരണത്തിൻ്റെ ആധുനിക സംസ്കാരത്തിൻ്റെ വിമർശനം ഇന്ത്യക്കകത്തേക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആ ഒരു ബോധ്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ വില്ലേജിലേക്ക് എത്തുന്ന ഇതിൻ്റെ സ്ഥലിയായിട്ട് കണ്ടെടുക്കപ്പെടുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളാണ്. യഥാർത്ഥ ഇന്ത്യ ജീവിക്കുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളിലാണെന്ന് വെറുതെ പറയുന്നതല്ല, അതൊരു താത്വികമായൊരു നിലപാടാണ്. ഗാന്ധിയുടെ ഒരു താത്വിക നിലപാടാണ്. ഗ്രാമപ്രദേശങ്ങളുടെ ജീവിതം ഏറെക്കുറെ കൺസിസ്റ്റൻ്റായ, ഏറെക്കുറെ പ്രകൃതിയോട് ഇണങ്ങിയ, ഏറെക്കുറെ സസ്റ്റൈനബിളായ ഒരു സ്ഥലിയാണെന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ നഗരങ്ങളോട് വെസ്റ്റേൺ കൾച്ചറിനോട് അഭിമുഖം നിൽക്കുന്ന ഒരു ജീവിതക്രമമായിട്ടാണ് അതിനെ അദ്ദേഹം ഐഡിയലൈസ് ചെയ്തെടുക്കുന്നത്. അത് എത്രമാത്രം വസ്തുതാപരമാണെന്നുള്ളൊരു പ്രശ്നം അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. അത് എത്രമാത്രം നെഹ്റു ഉന്നയിക്കുന്നുണ്ട്. അംബേദ്കർ വളരെ കാര്യമായിട്ട് തന്നെ. അതെ അതെ. അപ്പോൾ അംബേദ്കർ ആദ്യകാലത്ത് ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഈ പഞ്ചായത്ത് രാജിനെ ഗാന്ധിയുടെ വില്ലേജ് റിപ്പബ്ലിക്കിനെ കൂട്ടിയിരുന്നില്ലേ, അതിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരു അംബേദ്കറിൽ തന്നെ മാറ്റങ്ങൾ വരുന്ന സമയത്താണ് ഭയങ്കര ഇവല്യൂഷൻ നടക്കുന്ന ഒരാളാണ് അംബേദ്കർ. എനിക്ക് വളരെ കൃത്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സമയത്താണ് അംബേദ്കർ ആ ഇതും കൂടിയും കോൺസ്റ്റിറ്റ്യൂഷനിൽ ചേർക്കുന്നുണ്ട്, പഞ്ചായത്ത് രാജ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗാന്ധിയുടെ ഐഡിയലൈസ്ഡ് വില്ലേജ് എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ഐഡിയലൈസേഷൻ ഗാന്ധി ചെയ്തിട്ടില്ല. അതായത് ഇത് വളരെ ഒരു കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. ഈ രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഗാന്ധിയുടെ ഒരു പ്രസംഗം, ചാത്തം ഹൗസ് പ്രസംഗം എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ ചാത്തം ഹൗസിൽ ലണ്ടനിലെ ഇൻ്റലക്ച്വൽസിലേക്ക് വെച്ചിട്ട് ഗാന്ധി ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗം 14 പേജാണ്. എനിക്ക് തോന്നുന്നത് ഗാന്ധിയുടെ 41-ാമത്തെയോ 42-യോ വോള്യത്തിൽ അത് കിടക്കുന്നുണ്ട് ശരിക്കും. അതിൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ്, യൂറോപ്യൻസ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടായിരുന്നു, ഞങ്ങളുടേതായ ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു, ആരോഗ്യ പരിപാലനം ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ്, ജാതി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളുടെ ആ പേര് തന്നെ, അതാണ് ബ്യൂട്ടിഫുൾ ട്രീ എന്നാണ് അതിന് പറയുന്നത്. ബ്യൂട്ടിഫുൾ ട്രീ, ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ട്രീ, സുന്ദര വൃക്ഷം നിങ്ങൾ മാന്തി നോക്കിയിട്ട് കട അവിടെ ഇട്ട് തന്നെ നിങ്ങൾ പോയി അത് നശിച്ചു. അങ്ങനെയാണ് ഇന്ത്യയുടെ നാശം സംഭവിക്കുന്നതിൽ പ്രധാന പങ്ക് നിങ്ങൾക്കതാണ്. ഞാനൊരു കാര്യം കൂടി പറയാം. ഇതേ വാചകങ്ങൾ 1982 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഗാർഷ്യ ഗബ്രിയൽ മാർക്യൂസ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. ഈ 100 years ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നോവലിനെ പറ്റിയിട്ട് മലയാളിയൊക്കെ 70-കളിലും 80-കളിലും നമ്മുടെ അവിടെ വലിയ ഇതുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ പ്രസംഗം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഈ പ്രസംഗത്തിൽ 8 പേജുള്ള പ്രസംഗം എന്താണെന്ന് അറിയാം. നിങ്ങൾ യൂറോപ്യൻ, അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയണം, അയാൾ ആ കോടിയെത്തുമ്പോൾ എന്നിട്ട് പറയണം, നിങ്ങൾ യൂറോപ്യന്മാരാണ് ഞങ്ങളുടെ ഭാഷയെ, ഞങ്ങളുടെ ദൈവങ്ങളെ, ഞങ്ങളുടെ എന്താ പറയുക അറിവുകളെ മുഴുവൻ നശിപ്പിച്ചത്. നിങ്ങൾ ചെയ്തത് ഞങ്ങളുടെ കണ്ണാടിയിലൂടെ ഞങ്ങളെ നോക്കാതെ നിങ്ങളുടെ കണ്ണാടിയിലൂടെ ഞങ്ങളെ നോക്കി എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പറയാണ്. ലാറ്റിൻ അമേരിക്കൻ ആയിട്ടുള്ള ഇന്നത്തെ എല്ലാ കൊലപാതകങ്ങൾക്കും ആ അട്ടിമറികൾക്കും സൈനിക അട്ടിമറികൾക്കും നിങ്ങളാണ് നേതൃത്വം വഹിക്കുക എന്നുള്ള രീതിയിലാണ് ആ പ്രസംഗം. അത് 1930-32 തന്നെ ഗാന്ധി ഇങ്ങനെ ഒരു ഇത് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അപാകതകളുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അതാണ് ഞാൻ നേരത്തെ സണ്ണോട് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഇവിടെ നിലനിന്നിരുന്നു. ഇത് ഈ പ്രസംഗത്തിൽ ഈ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിയുടെ ഒരു സ്റ്റേഷനായിട്ട് ധരംപാൽ എന്ന് പറഞ്ഞിട്ടൊരാൾ, ഞാൻ അങ്ങനെ നേരിട്ട് അറിയുന്നതാണ്. ഈ പാട്രിയോട്ടിക് പീപ്പിൾ ഓറിയൻറ്റഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഗ്രൂപ്പായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 6-7 കൊല്ലക്കാലം കേരളത്തിൽ അവിടെ ഇവിടേക്കായിട്ട് നമ്മൾ നോക്കിയിരുന്നു, ഇരുമ്പൂത്താരകളെ പറ്റിയിട്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ അത് കടന്നു പോയിട്ടുണ്ട്. ഗാന്ധി ഈ പ്രസംഗത്തിന് മുമ്പ് തന്നെ ഗാന്ധിയുടെ ചർക്ക എടുക്കുക. ഈ ചർക്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുലത്തൊഴിലായിരുന്നു, ഒരു ജാതിത്തൊഴിലായിട്ടാണ് നിലനിന്നിരുന്നത്. ഈ ജാതിത്തൊഴിൽ ഈ ബ്രിട്ടീഷുകാർ വന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ഇത് അവസാനിച്ചു. അതായത് അവർ തുണിമില്ലുകൾ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു 1772 ഒരു ബംഗാളി സ്ത്രീയുടെ ജീവിതം തന്നെ ഗാന്ധി അംഗീകരിയിൽ കൊടുക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ഈ ബ്രിട്ടൻ വന്നതോടുകൂടിയിട്ട് നശിച്ചു എന്നുള്ളതാണ്. ഈ ചർക്ക ഗാന്ധി പിന്നീട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഗാന്ധി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടൊരു ഗംഗാബഹൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഇത് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ ചർക്കയിലൂടെ ഇയാൾ ചെയ്യുന്നതിൻ്റെ ഇതിനെ ജാതിത്തൊഴിലായിട്ട് നിർത്തുകയല്ല ചെയ്തത്. ഇയാൾ ഇതിനെ സമൂഹത്തിൻ്റെ തൊഴിലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നടത്തിയത്.
അത് കേരളത്തിൽ തന്നെ സണ്ണിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തട്ടാമാരുടെ പണി, മേസന്മാരുടെ പണി, ആശാരിപ്പണി, ആ പണികളിലൊക്കെ നമ്മുടെ ഗൾഫ് പണം വന്നതോട് കൂടിയിട്ട് ആ കുലത്തൊഴിൽ അത് മാറി, ജാതിത്തൊഴിൽ മാറിയിട്ട് പല മറ്റുള്ള പല ജാതികളിൽ നിന്നുള്ള ആൾക്കാരെ അതിൽ കയറി വന്നുകൊണ്ട് അത് കംപ്ലീറ്റ് വേറൊരു തരത്തിലേക്ക് അതിന് പോകാൻ കഴിഞ്ഞു. ഈ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട്. അത് ഗാന്ധി പറയുന്ന ഈ ഐഡിയലൈസ്ഡ് വില്ലേജുകളിൽ ഇത് അക്കാലത്ത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ആ രീതിയിലുള്ളൊരു ഇത്, അതായത് തൊഴിൽ എല്ലാവർക്കും അവരുടേതായ തൊഴിലുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിലാണ് അത് ഏറ്റവും ഭീകരമായി ജാതി നിലനിന്നിരുന്നത്. മറ്റുള്ള സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ ആളുകൾക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ടായിരുന്നു. അത് നല്ല സ്വാതന്ത്ര്യത്തിൻ്റെയോ ഇതിൻ്റെ ഇതുകളെന്നല്ല ഞാൻ പറയുന്നത്, ജാതികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇതൊരു പൗരാണികമായൊരു സാധനം, അതിഗംഭീരമായ സാധനം എന്നല്ല ഗാന്ധി പറയുന്നത്. അംബേദ്കർ വളരെ കൃത്യമായിട്ട് തോന്നിയിരുന്നത് ഈ മഹത് സമുദായത്തിൻ്റെയും അതിന് പിന്നീട് അദ്ദേഹം അതിനെ ആ ഡിപ്രസ്ഡ് ക്ലാസിൻ്റെ എല്ലാവരുടെയും ഒരു സോഷ്യലായിട്ടുള്ളൊരു ജസ്റ്റിസും സ്വാതന്ത്ര്യവും ഉണ്ടാവണമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അതിനോടൊപ്പം തന്നെ ഈ ഗ്രേഡഡ് ആയിട്ടുള്ള ഹൈറാർക്കി എന്ന് പറയുന്നത് ശ്രേണീബദ്ധമായ സാധനം വളരെ അപകടകരമായ ഒരു സാധനമാണെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വളരെ സത്യമാണ് ശരിക്കും. ഞാൻ നോക്കിയിട്ട് ഈ ലോകത്തിൽ ഭൂമിയിൽ ഒരിടത്തും ഇങ്ങനെ ഒരു സാധനമില്ല ശരിക്കും. കഴിഞ്ഞ 10,000 കൊല്ലമായിട്ട് ഇങ്ങനെ ഒരു സംഗതി നിലനിർത്താൻ കഴിയണമെങ്കിൽ അതൊരു ഹോളോകാസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാലിൻ്റെ ഭരണകാലത്തോ അല്ലെങ്കിൽ എത്രയും ക്രൂരമായ വ്യവസ്ഥയിൽ ഇത് അതോ ഒരു 10, 12, 15 കൊല്ലം നിലനിന്നിട്ടുള്ളൂ അത്തരം സാധനങ്ങളൊക്കെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് ശരിക്കും. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗാന്ധി എന്ന് പറഞ്ഞാലും മറ്റാരെ എന്ത് പറഞ്ഞാലും തന്നെ ഈ ഹിന്ദുയിസം എന്ന് പറയുന്ന സാധനം നിലനിൽക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് 21st സെഞ്ച്വറി ആയിട്ട് പോലും ഇതൊക്കെ നടക്കുകയാണ് അവിടെ. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവിടെ അംബേദ്കർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഒരു ബുദ്ധ ദർശനത്തിലേക്ക്, ബുദ്ധമതത്തിലേക്ക്, നവയാനിലേക്ക് പോവുക എന്നുള്ളതാണ് സത്യം. അതൊരു യാഥാർത്ഥ്യമാണ്, ഇന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എത്ര പേര് അതിലേക്ക് പോകും എന്നുള്ളതാണ്. ഈ ഹിന്ദുയിസത്തിനെ നമ്മൾ അപ്പാടെ തള്ളിക്കളയാമെന്ന് നമുക്ക് രണ്ടാൾക്കിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗാന്ധിയുടെ കാലത്തും അത് ശരിയായിരുന്നു. അക്കാലത്ത് അംബേദ്കറിന് കഴിയാവുന്ന എത്രയോ 5 10 ലക്ഷം ആളുകളെയാണ് ഈ ബുദ്ധദർശനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. പിന്നീട് ഈ ബുദ്ധദർശനത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾ പോലും, ദളിത് ആളുകൾ പോലും അവരുടെ കാസ്റ്റിലേക്ക് തന്നെ പോയിട്ട് വിവാഹം കഴിക്കുന്ന പല ഉദാഹരണങ്ങളും ഈ ആനന്ദിൻ്റെ ദുൽബെ പിന്നെ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ ആധുനിക സമൂഹത്തിന്, ഈ 21ാം നൂറ്റാണ്ടിലെ ഈ സമൂഹത്തിൽ പോലും ഹിന്ദുയിസത്തിനെ അപ്പാടെ തകർത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പറ്റുമോ? നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഗാന്ധിയുടെ ഒരു നിലപാടിലേക്ക് പോകാനാണ് സാധിക്കുള്ളൂ. അതായത് ഈ സവാർക്കറും അല്ലെങ്കിൽ ഗോൾവാൾക്കറും മോഡിയും കൊണ്ടുവരുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അതൊരു ഫാസിസ്റ്റോ സെമി ഫാസിസ്റ്റോ ആയിട്ടുള്ള സാധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള ഹിന്ദുയിസം എന്താണെന്ന്, വ്യത്യസ്തമായൊരു ഹിന്ദുയിസം, ഗാന്ധിയുടെ ഹിന്ദുയിസം പറഞ്ഞ് കൊണ്ടുവരാനാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു മാർഗം. അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു തുടർച്ചയിലാണ് പറയുന്നത്. ഈ ഗാന്ധിയൻ ചിന്തകളുടെ കേന്ദ്രപ്രമേയം ധാർമ്മികമായിരിക്കുന്നതിലൂടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, അതിൻ്റെ പൊളിറ്റിക്കൽ ഇമാജിനേഷൻ മുഴുവനും അതിൻ്റെ സോഷ്യൽ ഇമാജിനേഷൻ ഒരു മെറ്റമോർഫോസിസ് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം. ഗാന്ധിയൻ എക്കണോമിക്സിൽ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞ എക്കണോമിക് തിയറി ധാർമ്മികതയിൽ ബേസ് ചെയ്താണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു കാര്യം നടക്കാനേ പോകുന്നില്ല. പക്ഷേ ഗാന്ധിയുടെ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതാ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പറയുന്നത്. പറഞ്ഞാൽ ഈ പൈസ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലുള്ളത് അതൊരു മനുഷ്യവംശത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ വിതരണം ചെയ്യണമെന്ന് ഗാന്ധിക്ക് പറയാം, അവരൊരിക്കലും ചെയ്യില്ല. ഇത് അതുപോലെ തന്നെ ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അംബേദ്കർ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിന് കിട്ടണം എന്നതിനേക്കാൾ ഉപരി അത് വളരെ വലിയൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. അത് ഇന്നത് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. അത് വലിയ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെട്ടവർ എങ്ങനെ ഒരു ആധുനിക സ്റ്റേറ്റ് അക്കമഡേറ്റ് ചെയ്യും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. സാമൂഹ്യമായി അധികാരത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് പുറത്തു പോയവരെ ഒരു സ്റ്റേറ്റ് എങ്ങനെ ഏറ്റെടുക്കണം,
അവർക്ക് പ്രത്യേക പദവി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വെച്ചു എന്ന് ചോദിക്കാം. സെപ്പറേറ്റ് ഇലക്ട്രേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണല്ലോ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് നമ്മൾ വെക്കുന്നത്. ജനറൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വെച്ചിട്ട് അതിൽ 3-4 ദളിത് കാൻഡിഡേറ്റിൽ നിന്ന് അതിൽ നിന്ന് മത്സരിച്ച് കിട്ടുന്ന ഒരാളെന്നുള്ള നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ അംബേദ്കർ കണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മറ്റേ രീതിയിൽ ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഉള്ളിൽ ഒരു റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി വയ്ക്കുമ്പോൾ സവർണരായിട്ടുള്ള ആളുകളുടെ ഒരു ചട്ടുകം മാത്രമായിട്ടാണ് മറ്റൊരു വരിക എന്നുള്ളതാണ്. അതായത് അവരുടെ താല്പര്യത്തിനായിരിക്കും ദളിത് കാൻഡിഡേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. തിരിച്ചാവുമ്പോൾ മറിച്ച് എന്തുണ്ടാവും, സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിലും ഇത് സംഭവിക്കില്ല. തന്നെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആയി കഴിയുമ്പോൾ അതിന് ആ കോൺസെപ്റ്റിലുള്ളൊരു സംഭവം കമ്മ്യൂണിറ്റിക്ക് സ്വീകാര്യനായ ആളായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ഇപ്പം 169 പട്ടികവർഗ MP-മാരുള്ള സ്ഥലമാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. ഒരു 60 പേരെ കൂടി പൈസ കൊടുത്ത് മേടിച്ചെടുക്കാൻ ശേഷിയിട്ട് ഇന്ത്യ ഭരിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ 169 പേരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയട്ടെ, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് കമ്മ്യൂണിറ്റിക്ക് താല്പര്യമുള്ളവർ തിരഞ്ഞെടുക്കപ്പെടും. ഇറ്റ് മേ ബി മോർ എഫക്റ്റീവ് എന്നേ പറയാൻ പറ്റുള്ളൂ. ടോട്ടലി എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും പൊളിറ്റിക്സിനകത്ത് അങ്ങനെ ടോട്ടലി സംഭവമില്ലല്ലോ. ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ ആനന്ദ് തെതുൽബയുടെ ഈ ഇതിലൂടെ കടന്നു പോയപ്പോൾ സ്റ്റേറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അംബേദ്കറിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിൽ അംബേദ്കർ പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, പ്രാതിനിധ്യ പാർലമെൻ്ററി സിസ്റ്റത്തിന് പകരം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് അദ്ദേഹം ഒരിക്കലും ഈ എന്താ പറയുക ഭരണഘടനയിൽ കൊണ്ടുവന്നില്ല. നിർദ്ദേശം ക്യാബിനറ്റ് മിഷന് മുന്നിൽ അംബേദ്കർ വെക്കുന്നുണ്ട്. ക്യാബിനറ്റ് മിഷനിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ക്യാബിനറ്റ് മിഷനിൽ നിന്ന് ഇത് ശരിക്ക് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ വന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫസർ കെ ടി ഷാ എന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് ഈ പ്രൊപ്പോർഷനേറ്റ് ഇതിലേക്ക് നിങ്ങൾ വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനെ ആ വിമർശനത്തിനെ തള്ളിക്കളയാണ് ചെയ്തത്. പിന്നീട് അംബേദ്കർ തന്നെ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ ഒരു ദിവസം എന്ന് പറയുന്നത് ഐ വാസ് ജസ്റ്റ് എ ഹാക്ക് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഒരു ഹാക്ക് മാത്രമായിരുന്നു ഞാനെന്നാണ് അംബേദ്കർ പറയുന്നത്. അവിടെയാണ് ഈ മനുഷ്യൻ്റെ വേദന എനിക്ക് ശരിക്കും മനസ്സിലായത്. പല കാര്യങ്ങളിലും അംബേദ്കർക്ക് നിലപാടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന സ്ഥലമല്ല, നടപ്പായില്ല എന്നുള്ളതാണ്. നടപ്പായില്ല. എൻ്റെ ഒരു വലിയൊരു വേദന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിക്ക് പാർലമെൻ്ററി സിസ്റ്റത്തിന് വരും പ്രൊപ്പോർഷനേറ്റ് പാർലമെൻ്ററി സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ, പാർലമെൻ്ററി ജനാധിപത്യം കൊണ്ടുവരികയാണെങ്കിൽ, ഇന്ന് ഈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വന്നു എന്ന് മാത്രമല്ല, അംബേദ്കറിനെ അതിൽ എഴുതി വയ്ക്കേണ്ടി വന്നു ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും കൂടി ഒരുമിച്ചാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് വേറെയാണ്, അയാൾ സെക്രട്ടറി വേറെയാണ്, മറ്റൊരു വേറെയാണ്. ഇവിടെ ഈ മന്ത്രിമാർ തന്നെയാണ് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവായിട്ട് മാറുന്നത്. മാറുന്നതാണ്. ജുഡീഷ്യറിയിൽ പോലും അവർക്ക് കൈകടത്താൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അയോധ്യ വിധിയെ പോലെ ഒരു വിധി അവർക്ക് അനുകൂലമായിട്ട് വരുന്നത്. അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തിയറട്ടിക്കലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 3 സ്ഥാപനങ്ങളെയും ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്നിവയെ 3ആയി തന്നെ ഇൻഡിപെൻഡൻ്റായി തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് തന്നെയാണ് തിയറട്ടിക്കലി ഇത് ബേസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പെർമനൻ്റ് ബ്യൂറോക്രാറ്റിക് സംവിധാനം നമുക്കുള്ളതെന്നാണ് പറയുന്നത്. മന്ത്രിസഭകൾ വരാൻ പോകാം, പക്ഷേ ബ്യൂറോക്രസി സംവിധാനം പെർമനൻ്റ് ആയിരിക്കണം. ഈ ജുഡീഷ്യറിയുടെ കാര്യങ്ങളിൽ വേറെ ആരും ഇടപെടണ്ട, അത് അവർ തന്നെ ചെയ്യും. ഈ ജുഡീഷ്യറി ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ മാത്രമേ ഉള്ളത്. അല്ല, അതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയിൽ മറ്റാരും ഇടപെടണ്ട. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യക്കകത്ത് ജുഡീഷ്യറിയിലെ 60% പേരും ബ്രാഹ്മണരാണ്. സുപ്രീം കോടതി അപ്പോൾ അവർ തീരുമാനിക്കും. ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ അങ്ങനെ നിൽക്കുന്നത്. ഈ സവർണ ഒളിഗാർക്കി എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യം. പ്രൊപ്പോർഷനേറ്റ് വന്നു കഴിഞ്ഞെങ്കിൽ എത്രയോ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ കാര്യമല്ലേ പക്ഷേ ഈ റിസർവേഷൻ പോളിസി എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമാണ്. പക്ഷെ അതുപോലെ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ അന്ന് പ്രൊപ്പോർഷനേറ്റ് സംഭവം ചർച്ച ചെയ്തില്ല എന്നുള്ളതൊരു സംഭവമല്ല. ഇതിനകത്തുള്ളൊരു പ്രശ്നം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഇത് അങ്ങനെ നടന്നില്ല എന്നുള്ളതിലുള്ള ഖേദം ഞാൻ പറയുന്നത് എന്നാൽ ഈ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു.
വളരെ മൈൽഡായ ഹിന്ദുയിസം, അഗ്രസീവായ ഹിന്ദുയിസം എന്നൊക്കെ പറയുന്നതിലൊരു ഒരു ചതിയുണ്ട്. ഹിന്ദുയിസം ഹിന്ദുത്വം എന്ന് നമ്മൾ പൊതുവിൽ വിളിക്കുന്ന ഈ സംഗതി ആത്യന്തികമായി എത്തിച്ചേരുന്ന സ്ഥലം ആക്രമണോത്സുകമായ ഹിന്ദുത്വമാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ മനുഷ്യസങ്കല്പം ഗ്രേഡഡ് ഇൻക്വാളിറ്റി അധിഷ്ഠിതമാണ്. അതുകൊണ്ട് അപരനെ അപമാനിക്കാനോ ആക്രമിക്കാനോ എനിക്ക് അവകാശമുണ്ടെന്നുള്ളതാണ് ഏത് ഒരു ജാതി ജീവിതത്തിലും മനുഷ്യൻ പഠിക്കുന്ന ആദ്യത്തെ പാഠം. അപ്പോൾ അവരെ അങ്ങനെ ആ നിലക്ക് പരിഷ്കരിച്ചെടുക്കാൻ പരിഷ്കൃതനായ ഒരു ഹിന്ദു സാധ്യമാണോ എന്നുള്ളതിൽ അംബേദ്കർ സംശയിച്ചു. പക്ഷേ എന്തൊക്കെ പറയുമ്പോഴും ഈ കാസ്റ്റിനെ, അതായത് അൺടച്ചബിലിറ്റിനെയാണ് ഗാന്ധി സ്പോക്കസ് ചെയ്തതെന്നുള്ളത് സത്യമാണ്. ആദ്യകാലത്ത് ഗാന്ധി അൺടച്ചബിലിറ്റി, തീണ്ടായ്മയ്ക്കെതിരായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പൂന പാക്ട് കഴിഞ്ഞോട് കൂടിയിട്ട് അദ്ദേഹം അതിന് തീക്ഷ്ണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നീടാണ് പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് കാസ്റ്റ് തന്നെ മാറണം. പിന്നെ അവസാനം വരുമ്പോഴേക്കും അദ്ദേഹം പറയണം വർണ്ണ സിസ്റ്റം തന്നെ തെറ്റാണ് എന്നുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അവസാനം വരുമ്പോൾ വർണ്ണ സിസ്റ്റം എന്നുള്ള കാര്യങ്ങൾ തന്നെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഗാന്ധിയിലും അംബേദ്കറും കണ്ടിട്ടുള്ള ഒരു സമാനത ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാക്ക് എന്ന് പറയുന്ന ആ വാചകം അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞാനത് ഉപയോഗിച്ചൊരു പ്രത്യേക സന്ദർഭത്തിലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അവസാനം പറഞ്ഞ കാര്യമാണെന്നുള്ളതാണ്. ഞാൻ അവസാനം പറഞ്ഞത് എന്താണോ അതാണ് ശരിയെന്ന് അംബേദ്കർ പറയുന്ന പോലെ തന്നെ ഗാന്ധി പറയുന്നുണ്ട്. ഞാൻ അവസാനം പറയുന്നത് എന്താണോ അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള രൂപം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ അൺടച്ചബിലിറ്റിയുടെ കാര്യത്തിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഈ വർണ്ണ സിസ്റ്റം തെറ്റാണ്, എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിനെ പറ്റി ആരും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സണ്ണി പറയുന്നത് തന്നെ ഈ നിലനിൽക്കുന്നതായിട്ടുള്ള ഇന്നത്തെ, അതായത് ഈ ഗ്രേഡഡ് ആയിട്ടുള്ള ശ്രേണീബദ്ധമായ ഒരു ഹിന്ദുയിസം ഉണ്ടാവുമ്പോൾ തന്നെ ആ ഉണ്ടാകുന്ന ഹിന്ദുയിസമാണ് ഹിന്ദുത്വ എന്ന് ഇന്ന് കാണുന്ന ഹിന്ദുത്വ എന്ന് പറയുന്നത് ഈ ഗാന്ധി കാണുന്ന ഹിന്ദുയിസമായിട്ട് യാതൊരു ബന്ധവും അതിനുണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ ഗാന്ധിയിൽ എന്തൊക്കെ പറയുമ്പോഴും നമുക്കൊരു വിമോചനത്തിൻ്റേതായൊരു തലമുണ്ട്. അതായത് ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയുണ്ട്. അതായത് ദളിത് കാസ്റ്റായാലും മറ്റുള്ള കാസ്റ്റുകളായാലും എല്ലാവരെയും കൊണ്ടുപോകേണ്ടതായ ഒരു മനുഷ്യ സങ്കല്പം, ഒരു ധാർമ്മിക നീതി ഗാന്ധിയുടെ ഉള്ളിലുണ്ട്. ഇന്ന് കാണുന്ന ഒരു സവാർക്കറുടെയോ അല്ലെങ്കിൽ ഗോൾവാൾക്കറുടെയോ ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു ഫാസിസ്റ്റ് സാധനമാണ്, ഒരു നവഫാസിസത്തിൻ്റെ ഒരു സാധനമാണ് അത് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് വളരെ ക്രൂരമായിട്ട് തന്നെ ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള തലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ മുഖ്യമന്ത്രി എന്താ പറയുക RSSൻ്റെ പ്രമുഖൻ പറയുന്നത്, കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് അയാൾ പറഞ്ഞ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോട് കൂടിയിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ളതാണ് അയാൾ പറയുന്നത്. ഇത് തന്നെയാണ് കുറച്ച് കാലം മുമ്പ് 2019 മോഡി 2024 മോഡി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് OBCയിലെ കാസ്റ്റിലായിട്ടുള്ള ഞാൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, എനിക്കാണ് ഇതിന് അവകാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഹിന്ദുത്വയുടെ രീതിയിൽ നടക്കുന്നത് ഈ നിലവിലുള്ള എല്ലാ കാസ്റ്റിൻ്റെയും ശ്രേണീബദ്ധമായ സാധനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ ഹിന്ദുത്വം അതിൻ്റെ പറ്റിയ ഒരു സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്, ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് ഒരു ബുദ്ധ ദർശനത്തിനോ ഒരു ബുദ്ധമതത്തിനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ രൂപീകരണ ചരിത്രത്തിൽ ഇടപെട്ടവരുടെ അഭിപ്രായ രൂപീകരണങ്ങളും അതിലുണ്ടായ പരിണാമങ്ങളും അത് വേറൊരു കാര്യമാണ്. അവരോരോ സമയത്ത് എടുത്ത നിലപാട് ഈ രാഷ്ട്ര രൂപീകരണത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ് അതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഗാന്ധി 32-ലെടുത്ത സ്റ്റാൻഡല്ല 48-ലെടുത്തത് ശരിയായിരിക്കാം. അംബേദ്കറും അങ്ങനെ തന്നെ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളും അങ്ങനെ തന്നെ. 32 എടുത്ത നിലപാട് എങ്ങനെയാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റിനെ രൂപപ്പെടുത്തി എന്നുള്ളത് നമ്മൾ മറന്നുപോകേണ്ട കാര്യമില്ല. ഗാന്ധി അത് തിരുത്തി എന്നതുകൊണ്ട് ചരിത്രം അത് തിരുത്തിയിട്ടില്ല, തിരുത്താൻ അതിന് അവസരമില്ല. 32 കടന്നു പോന്നല്ലോ. ഗാന്ധി 48-ലും ജീവിച്ചിരുന്നത് കൊണ്ട് ഗാന്ധിക്ക് തിരുത്താമായിരുന്നു. ഈ 32-ലെ ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊരു വാദം ഉയർന്നു വരുമ്പോൾ അതിന്
ഗാന്ധി എതിർക്കുകയും അത് എന്നിട്ട് പിന്നെ ഒരു കോൺസെൻസസിൽ പൂന പാക്റ്റിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അംബേദ്കർ ഇതിൻ്റെ ഷാർപ്പസ്റ്റായിട്ടൊരു മുറിക്കൽ നടത്തുന്നത്. ഞാൻ ഈ ഹിന്ദു എന്ന സംഗതിയെ വിടുന്നു. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അതൊരു രസകരമായിട്ടൊരു സംഗതിയുണ്ട്. ഈ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഹരിജനിലാണ്. മറ്റൊരാരും പ്രസിദ്ധീകരിക്കാണ്ട് വന്നപ്പോൾ ഹരിജനാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അതെ. അപ്പോൾ ഇതിനകത്ത് 36 ജാതി നിർമൂലനം എഴുതുമ്പോൾ ജാതിയെക്കുറിച്ച് ഗാന്ധി ഒരു അഭിപ്രായം പറയുന്നു. ജാതി നിർമൂലനം എന്നുള്ളതാണ് അംബേദ്കറുടെ മാസ്റ്റർ പീസ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ജാതി നിർമൂലനത്തെക്കുറിച്ച് അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ഒരു കത്തിടപാട്, ജാതിയുടെ ഉത്ഭവം എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ ആധ്യാത്മിക സ്വത്ത് അവസാനിപ്പിക്കാൻ അതറിയേണ്ട ആവശ്യവുമില്ല, അതാണ് പറയുന്ന വാക്യം. ഗാന്ധി അങ്ങനെയാണ് സോഷ്യൽ ക്വസ്റ്റ്യന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ക്വസ്റ്റ്യന് അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുസ്തകത്തോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഗാന്ധിയുടെ ഒരു നിലപാടാണ്. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആത്മീയമായ വിളിയോടാണ് ഞാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു സങ്കല്പത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം, അന്ന് ആ നിലപാട് അങ്ങനെ എടുക്കുമ്പോൾ അതേസമയം 36-ൽ തന്നെയാണ് ഈ തോട്ടികളുടെ ജീവിതത്തെ ആദർശവൽക്കരിക്കുന്ന ലേഖനവും പ്രസിദ്ധീകരിക്കുന്നത്. വാസ്തവത്തിൽ ആദർശവൽക്കരിക്കലല്ല ഉണ്ടാവണം കേട്ടോ. അത് ഇത് പലപ്പോഴും പലരും ഇങ്ങനെ ഇന്ന കാലത്ത് പോലും ഞാൻ അതിനെപ്പറ്റി വായിച്ചു. അങ്ങനെയല്ല അത് പറയുന്നത്. അതായത് നിങ്ങൾ മലം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ബ്രാഹ്മണനും കൈകാര്യം ചെയ്യാം, അല്ലാണ്ട് ഭംഗി മാത്രം, അതായത് ഭംഗി അതാ പറയുന്നത് തോട്ടി മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല. അത് നിങ്ങൾക്ക് ബ്രാഹ്മണനും ചെയ്യാം. കാരണം ഇത് ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കൈകാര്യം ചെയ്തുകൂടാന്നാണ് ഗാന്ധി ചോദിക്കുന്നത്. അതിനെ തിരിച്ചു മറിച്ച് ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ത്രസ്റ്റ് അതല്ല. ഞാൻ പറയുന്നൊരു കാര്യം, തൊഴിലിലെ ഗ്രേഡിങ്, ചില തൊഴിലുകൾ മെച്ചമാണ്, ചില തൊഴിലുകൾ മെച്ചമല്ല, അങ്ങനെ കാണേണ്ടതില്ല. പൂജാരി പൂജ ചെയ്യുന്നത് പോലെ സമാനമായ അന്തസ്സുള്ള, ഒരുപക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് തൊട്ടി ചെയ്യുന്നതെന്നാണ് വാദം. അതിനേക്കാൾ പ്രധാനമാണ് അത്. ആ രീതിയിലല്ല വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ തോട്ടിക്ക് ബ്രാഹ്മണനാവാം, ബ്രാഹ്മണന് തോട്ടിയാവാം. ഈ ഒരു അതായത് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇവിടെയാണ് ഈ ഗാന്ധിയുടെ തന്നെ ഒരു പ്രശ്നം കിടക്കുന്നതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അത് കൂടുതൽ ഗാന്ധി വായിക്കും തോറും കുറേ കാര്യങ്ങൾ വായിച്ച് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ ഒരിക്കലും ആ പണി തന്നെ നിങ്ങൾ ചെയ്യണം എന്നല്ല പറയണത്. അത് ബുദ്ധദർശനത്തിന്റെ അവസാന ഘട്ടം വരെ ഏറ്റവും കുറഞ്ഞ വർഷം വർണ്ണാശ്രമധർമ്മത്തിലെങ്കിലും വിശ്വസിച്ചിരുന്ന വർണ്ണാശ്രമധർമ്മത്തെ പറ്റിയിട്ടുള്ള ഗാന്ധിയുടെ കൺസെപ്റ്റ് അവസാനം വരെ ഉണ്ടായിരുന്നു. ഒരു 45 വരുമ്പോഴാണ് അത് മാറ്റം. അതെ അതെ, അതുവരെ വിശ്വസിച്ച ആളെന്ന നിലക്ക് അതിൻ്റെ അടിസ്ഥാന സങ്കല്പനങ്ങളിലൊന്നായിട്ടുള്ള ഈ തൊഴിൽ സങ്കല്പം അദ്ദേഹത്തിന് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്താൽ എങ്ങനെ അദ്ദേഹം വർണ്ണാശ്രമധർമ്മിയായി മാറുക? അദ്ദേഹത്തെ നേരത്തെ തന്നെ സണ്ണി നമ്മൾ രണ്ടുപേരും സംസാരിച്ച പോലെ അദ്ദേഹത്തിൻ്റെ വർണ്ണാശ്രമം എന്ന് പറയുന്നത് അത് ഉപനിഷത്തിലോ വേദങ്ങളിലോ വെച്ചിട്ടുള്ള സാധനമല്ല. അദ്ദേഹം തന്നെ പറയണ്ടല്ലോ, ഞാൻ പറയുന്ന കാര്യമല്ല, അതായത് വേദത്തിൽ പറയുന്ന കാര്യമല്ല ഞാൻ പറയണേ. ഞാൻ പറഞ്ഞത് ഗാന്ധി എഴുതിയ കത്തില്, അംബേദ്കർ എഴുതുന്ന കത്തിലൊരു വാചകം പറയുന്നുണ്ട്, ബൈബിളിൽ അംഗീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ക്രിസ്ത്യാനിയാവാൻ പറ്റും, ഖുർആൻ അംഗീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെ മുസൽമാനാകാൻ പറ്റും, വർണ്ണാശ്രമധർമ്മത്തെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ഹിന്ദു ആകാൻ പറ്റും എന്ന് അംബേദ്കർ ചോദിക്കുന്നുണ്ട്. അംബേദ്കർക്ക് എഴുതിയ കത്തിൽ ഗാന്ധി എഴുതുന്നുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. ഗാന്ധി വളരെ സത്യസന്ധമായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഈ വർണ്ണാശ്രമധർമ്മത്തിൽ അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ഈ വർണ്ണാശ്രമധർമ്മം മുന്നോട്ട് വെക്കുന്ന ഈ ഗ്രേഡഡ് തൊഴിൽ ശൃംഖലയിൽ ഗാന്ധിക്ക് വിശ്വാസക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, മച്ചൻ ചെയ്യുന്ന പണി മകൻ ചെയ്യുന്നു, അതിൻ്റെ മകൻ ചെയ്യുന്നു, അങ്ങനെ തലമുറകൾ മാറുന്നതിലൂടെ അതിൻ്റെ നൈപുണി വർദ്ധിക്കുന്നു എന്ന സങ്കല്പവും ഗാന്ധിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വായനയിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കത് വീണ്ടും പരിശോധിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ള ഏത് രീതിയിൽ. തീർച്ചയായിട്ടും ഉണ്ടെന്ന് തന്നെയാണ് തീർച്ചയായും ഞാനത് ഷെയർ ചെയ്യാം. സ്ഥലം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാനത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയാം, ഇതിനെ പറ്റിയിട്ട് പറയാം. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഗതി ഇതാണ്,
അതായത് ഒരു തൊഴിലും അദ്ദേഹം മാന്യത കൽപ്പിക്കാതിരുന്നിട്ടില്ല. എല്ലാ തൊഴിലും ഒന്നാണെന്ന് പറയുമ്പോൾ ദളിതന് ചെയ്യേണ്ട പണി ബ്രാഹ്മണന് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? പിന്നെ വർണ്ണാശ്രമം എന്ന് പറയുന്നതിൻ്റെ ഗാന്ധി അംബേദ്കറും ഒരു തർക്കത്തിന് ആവശ്യമില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇപ്പോൾ ഉണ്ടാകുന്നത്. അംബേദ്കർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരാൾ ജനിച്ചാൽ, ഒരു ജാതിയിൽ ജനിച്ചാൽ, അതൊരു കുലത്തൊഴിൽ ജനിച്ചാൽ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അവൻ്റെ ടാലൻ്റ് എന്ത് തന്നെയായാലും ആ തൊഴിലെടുത്ത് ജീവിക്കാൻ ഈ വ്യവസ്ഥ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വ്യവസ്ഥയെ സണ്ണി, ആ വ്യവസ്ഥയെ പൊളിക്കണമെന്ന് തന്നെയാണ് ഗാന്ധിയുടെ ഇത് പറയുന്നത്. ഗാന്ധിയിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ആ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് താൻ ബാധകമല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നൊരു കാര്യം. ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് ക്രൂരതയെ പിഴുതു മാറ്റി ജാതി വിഭജനം സുന്ദരമായി നിലനിർത്താവുന്നൊരു കാര്യമാണെന്ന് ഏറ്റവും കുറഞ്ഞ വർഷം 40 വരെയെങ്കിലും ഗാന്ധി വിശ്വസിച്ചിട്ടുണ്ട്. 36 വരെയെങ്കിലും അപ്പം ഇതിനകത്തൊരു പശുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് അംബേദ്കർ വിമർശനത്തിൻ്റെ ഒരു കാതൽ. ഞാൻ പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, ഈ താത്വികമായി തത്വചിന്താപരമായി ഒരു സനാതന ഹിന്ദു എന്ന നിലക്ക് ഗാന്ധി സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം നിലക്ക് പല കാര്യത്തിലും വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിരിക്കെ തന്നെ ഹിന്ദുത്വത്തിന് എന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന അല്ല ഹിന്ദു ജീവിതക്രമത്തിന്, ഹിന്ദു വിശ്വാസക്രമത്തിന് ബേസിക്കായ ചില സങ്കല്പങ്ങളുണ്ട്. അതിലൊന്ന് അതിൻ്റെ മനുഷ്യ സങ്കല്പമാണ്. ഈ മനുഷ്യൻ ജന്മനാ തന്നെ തുല്യരല്ല എന്ന ഒരു സങ്കല്പം പിൻപറ്റുന്നുണ്ട്. ഓണ്ടോളജിക്കലി ഡിഫറൻ്റ് ആണെന്നാണ് പറയുന്നത്. ശുദ്ധ മനുഷ്യരും അശുദ്ധ മനുഷ്യരും എന്ന സങ്കല്പം അങ്ങനെ ആരോപണമുള്ളത്. അതിൻ്റെ പിന്നെ ഒരു തത്വചിന്ത തന്നെയുണ്ട്, ശുദ്ധ മനുഷ്യരും അശുദ്ധ മനുഷ്യരും. രണ്ടാമത് സമൂഹ സങ്കല്പം. സമൂഹ സങ്കല്പം എന്നത് രക്ഷകർത്താവും രക്ഷിക്കപ്പെടേണ്ടവരും തമ്മിലുള്ള ബന്ധമായിട്ട് അത് നിർമ്മിച്ചിരിക്കുന്നത്. ബ്രാഹ്മണൻ്റെ കൃപയാൽ നിലനിൽക്കുന്ന സമൂഹം എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. എല്ലാ അധികാരങ്ങളും ബ്രാഹ്മണരുടെ. രാഷ്ട്രമെന്നത് ബ്രാഹ്മണൻ പറയുന്നത് കേട്ട് ഭരിക്കുന്ന രാജാവ് എന്നുള്ളതാണ്. രാജാവിന് ക്ഷത്രിയന് ഭരിക്കാം, പക്ഷെ അവൻ പറയുന്നത് കേട്ടേ ഭരിക്കാം. ഇങ്ങനെ വളരെ റിജിഡായിട്ടുള്ള ഒരു തത്വചിന്താ പദ്ധതി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ തത്വചിന്താ പദ്ധതിയെ ഭേദിക്കാത്തിടത്തോളം എല്ലാ തരത്തിലും ഗുണത്തിലും പെട്ട ഹിന്ദുത്വവാദങ്ങൾ ഒന്നായിത്തീരും എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഹിന്ദുത്വം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഹിന്ദുത്വം വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയാം. അത് ഗാന്ധി പറഞ്ഞാലും ശരി, വേറൊരാൾ പറഞ്ഞാലും നമുക്കതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ അത് സാധ്യമല്ല. അങ്ങനൊരു സാധനം ഇന്നത്തെ നിലയിൽ നമുക്ക് നിർത്തേണ്ട കാര്യമില്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. പലരിലൂടെ അതിനിയും തുടരും. പ്രത്യേകിച്ച് ഹിന്ദുത്വ ഭീഷണിയുടെ ഇക്കാലത്ത് അത് വളരെ പ്രസക്തവുമാണ്. അതാകട്ടെ വാദിക്കാനും ജയിക്കാനുമല്ല, ഗുരു പറഞ്ഞ പോലെ അറിയാനും അറിയിക്കാനുമാണ്. നന്ദി.